അൻസാർ നന്മണ്ട പറഞ്ഞത് വസ്വാസം മാത്രമാണെന്നാണ്. അത് ഖുർആനെതിരാണ്. കാരണം വിശുദ്ധ ഖുർആന് എണ്ണിപ്പറഞ്ഞ ഇഗാസത്തുൽ ലിഹ്ഫാൻ എന്ന് പറയുന്ന ഇബ്നു ഖയ്യിമിന്റെ ആ ഒരു പുസ്തകത്തിന്റെ തുടക്കത്തിൽ നിങ്ങളൊക്കെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്വാസിന് പുറമെ പൈശാചികമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ വസ്വാസ് മാത്രം എടുത്ത് വസ്വാസേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി ഇപ്പൊ ഖുർആൻ പറഞ്ഞൊക്കെ എന്തെടുക്കും? എങ്ങനെയാണ് പൈശാചിക പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ പിശാചിന്റെ സ്വാധീനത്തിലൂടെ ഇയാൾ അന്യഭാഷ സംസാരിക്കുക വരെ ചെയ്യും. കേവലം ഈ പറയുന്ന ഈ മാനസികമായ വസ്വാസ് എന്ന് പറയുന്ന സംഗതി ഖുർആൻ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 19-ലധികം പ്രവർത്തനങ്ങൾ പിശാച് ചെയ്യുന്നത് ഖുർആൻ പറയുന്നുണ്ട് നേർക്ക് നേരെ. അതിലൊന്നു മാത്രമാണ് എന്ത് വസ്വാസ്. ഒന്ന് മാത്രമാണ് വസ്വാസ്. ബാക്കി 19 വേറെ ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ പറഞ്ഞാണ് എന്ന് ഖുർആൻ പറയാൻ. അപ്പോ വിശുദ്ധ ഖുർആൻ തന്നെ മനസ്സിലാക്കിയാൽ 19-ലധികം പൈശാചികമായ ഇടപെടലുകളെ കുറിച്ച് ഖുർആന്റെ ആയത്ത് കൊണ്ട് തന്നെ പറയാൻ. അതിലൊന്നു മാത്രം വസ്വാസ്. ആ ഒന്ന് മാത്രമാണെന്ന് ഒരിക്കലും ഹൈലൈറ്റ്. ഏറ്റവും വലുതും ഏറ്റവും ശക്തമായതുമാണ് വസ്വാസ്. പക്ഷെ പൈശാചിക ഉപദ്രവങ്ങൾ അത് മാത്രമല്ല. അല്ലാതെ അതിനെ നിഷേധിക്കൽ, അതില്ല ഇതില്ല എന്ന് പറയലല്ല. അതുണ്ട്. പൈശാചിക പ്രവർത്തനങ്ങളുണ്ട്. പിശാചിന്റേതായ ബോധനങ്ങളും ദുർബോധനങ്ങളും ഉപദ്രവങ്ങളും ഷർറുകളും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഖുർആൻ ഓതാൻ ഇരുന്നാൽ പോലും അല്ലാഹു പറഞ്ഞു, ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഞാൻ ഖുർആൻ ഓതാതിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് പിശാചൊന്നും ഇല്ല എന്നല്ല പറഞ്ഞു. നേരെ മറിച്ച് അവിടെ പോലും ഖുർആൻ ഓതാനിരിക്കുമ്പോൾ പോലും നീ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ചിട്ട് വേണം ഖുർആൻ ഓതാൻ. കാരണം അവിടെയും വരും ആര്? അവൻ നിങ്ങളുടെ മൃഗങ്ങളുടെ കാത് മുറിപ്പിക്കും. ഖുർആൻ പറഞ്ഞാണ്. അവൻ സ്വാധീനിക്കും. അതുപോലെ തന്നെ ഈ പൈശാചിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് സ്വന്തം ശരീരത്തിലൂടെ കുത്തിയിറക്കി നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതിലെ കുത്തി അപ്പുറം ഇറക്കി 2 നാരങ്ങായം വെച്ച് പോണ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? ഇവര് സ്വർഗത്തിലേക്ക് പോകണോ? ആണോ? നരകത്തിൽ പോകാൻ പണിയെടുക്കണവര് കഷ്ടപ്പെടുകയാണ്. ആരാ അവരെ കൊണ്ട് ചെയ്യിക്കണത്? ആരാ? പിശാച്. ആണോ? നരകത്തിൽ പോകാൻ പണിയെടുക്കണവര് കഷ്ടപ്പെടുകയാണ്. ആരാ അവരെ കൊണ്ട് ചെയ്യിക്കണത്? ആരാ? പിശാച്. നരകത്തിൽ പോകാൻ പണിയെടുക്കണവര് കഷ്ടപ്പെടുകയാണ്. ആരാ അവരെ കൊണ്ട് ചെയ്യിക്കണത്? ആരാ? പിശാച്.